ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ റീൽസൊക്കെ കണ്ട് ഒത്തിരി ആഗ്രഹിച്ചത്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഏട്ടനോട് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നൊരു അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് അരുവിക്കൽ, ഏറ്റുമാനൂർ കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോകണേ. അമ്പലത്തിൻ്റെ പേര് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ്. റീൽസിന് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ചെറിയ അരുവി പോലൊക്കെ ഒഴുകുന്ന ഒരു അമ്പലം. ആ അമ്പലത്തിലേക്ക് ഞങ്ങളിന്ന് പോകുവാണേ ഗൈസ്. ഞങ്ങൾ രാവിലെ ഒരു 8 മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു 25 കിലോമീറ്ററോളം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഈ അമ്പലത്തിലെത്തി പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണേ. ഇപ്പോൾ വന്ന വഴി തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമുക്ക് ഇച്ചിരി ഉള്ളോട്ടൊക്കെ കയറി വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ആ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് മുമ്പേ വന്ന കുറച്ച് പേര് ഇങ്ങനൊരു വഴി കൂടെ കയറി പോകുന്ന കണ്ട്. ഇത് നമ്മുടെ മെയിൻ എൻട്രൻസ് അല്ല, ഇത് അങ്ങോട്ട് പോകാനുള്ള ഒരു ജസ്റ്റ് ഒരു നമ്മൾ ആൾക്കാർ പോയി അവരൊരു വഴി പോലായിട്ടുള്ളൊരു ഇടമാണ്. നമുക്ക് എന്താ അവിടോട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ വഴിതെറ്റാതെ കറക്റ്റ് നമ്മൾ അവിടെ തന്നെ എത്തിയായിരുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മെയിനായിട്ട് ശിവനാണ്. ശിവഭഗവാനെ തൊഴുത് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് പിന്നെ അവിടെ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. പിന്നെ അതല്ലാതെ അയ്യപ്പൻ, ഗണപതി, അങ്ങനെ പ്രതിഷ്ഠകളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങളിത് നേരെ അതിൻ്റെ വാതിലിലേക്ക് ചെന്നു ഗൈസ്. അപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ കയറി ചെല്ലുന്നിടത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെട്ടിക്കിടപ്പുണ്ട്. അല്ല, നല്ല മഴ പെയ്യുന്ന സമയത്ത്, നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ വെള്ളമാവുമെന്നാണ് അവർ പറയുന്നത്. കണ്ടില്ലേ, ഇത് മഴ പെയ്തിട്ടാണ് അങ്ങനെ അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ വെള്ളം എല്ലാം കൂടെ വന്ന് ചെറിയൊരു കുളം പോലെ ഉണ്ട്, അവിടേക്കാണ് വീഴുന്നത്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്നു. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 9 മണിയോളമായി. പക്ഷേ അപ്പോഴും ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഓർത്തു ഇനി നമ്മൾ ലേറ്റായിട്ടാണോ വന്നത്, കാരണം നട അടയ്ക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയത്തിലാണ് വന്നത്. പക്ഷേ ആ സമയത്ത് അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. അവരിൽ കുറേ പേരും ആദ്യമായിട്ട് വരുന്നവരായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ റീൽസൊക്കെ കണ്ട് വന്നവരാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്, അപ്പോൾ ജാനിക്ക് വെള്ളമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. അവൾക്ക് പൊതുവേ വെള്ളമൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാലൊന്ന് നമ്മളവിടെ നനച്ചു. കാരണം നമ്മൾ ആ വെള്ളത്തിലൊന്ന് കാല് കഴുകി വേണം അകത്തോട്ട് കയറാൻ. അങ്ങനെ അവളുടെ കാല് നനച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളവിടെ കാല് നനച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ കണ്ടോ അവിടെ ഒരു ചേച്ചി വന്നിരുന്നേ. ആ ചേച്ചി വിളിച്ച് പറഞ്ഞു, തൊഴാനാണെങ്കിൽ പെട്ടെന്ന് കയറിക്കോ, കാരണം വെളിയിലുള്ള അമ്പലങ്ങളൊക്കെ, അതായത് വെളിയിലുള്ള നടയൊക്കെ അടയ്ക്കാറായി, അകത്ത് ഇപ്പോഴേ അടയ്ക്കത്തില്ല, മറ്റേതൊക്കെ അടയ്ക്കും, വന്ന് തൊഴുതോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി തൊഴുതു. അകത്തുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. കണ്ടില്ല, അത് അമ്പലം ഒത്തിരി ഒരു ചെറിയൊരു അമ്പലം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു. കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നിന്നു. എന്തായാലും ഒരുപാട് നാളത്തെ ഒരാഗ്രഹം ഇന്ന് സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. തിരിച്ച് ഉറപ്പായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.